നമസ്കാരം. അടിമുടി ദുരൂഹതയാണ് മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്നുള്ള മുൻ സർക്കാരിൻ്റെയും റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിൻ്റെയും വ്യാജ വാഗ്ദാനത്തിൽ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും തമ്മിലുള്ള ഔദ്യോഗിക ഇമെയിൽ ആശയവിനിമയങ്ങളിൽ ഇടനിലക്കാരിയായ ഒരു കോളേജ് അധ്യാപിക കൂടി ഉണ്ടായിരുന്നു. പൊന്നാനി MES കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും ചെറുതുരുത്തിക്കാരിയുമായ അമീറ ഐഷ ബീഗം. ഇവർ പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത് മുഖേനയാണ് മന്ത്രി അബ്ദുറഹ്മാൻ പരിചയപ്പെട്ടത് എന്നാണ്. അർജന്റീന ഫുട്ബോൾ ക്ലബിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള മുൻ സർക്കാരിൻ്റെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും നീക്കങ്ങളിൽ അടിമുടി ദുരൂഹതയാണ്. അതുപോലെ തന്നെ ദുരൂഹതയുള്ള ഒന്നാണ് ആരാണ് ഈ ആശയവിനിമയത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആൾ എന്ന ചോദ്യവും. ഇവിടെയാണ് അമീറ ഐഷ ബീഗത്തിൻ്റെ പങ്കിനെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നത്. ഒരു കോളേജ് അധ്യാപികയ്ക്ക് കേരള സർക്കാരിൻ്റെയും കായിക വകുപ്പിൻ്റെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെയും ഔദ്യോഗിക ആശയവിനിമയത്തിൽ എന്താണ് കാര്യം? ആരാണ് ഇവരെ ഇതിൽ ഉൾപ്പെടുത്തിയത്? മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പോലുമല്ലാത്ത ഇവർക്ക് സർക്കാരിലുണ്ടായിരുന്ന എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഉൾപ്പെടുത്തിയത്? അവർ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായിരുന്നോ? അല്ലെങ്കിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ വ്യക്തിപരമായ ബന്ധത്തിലൂടെയാണോ അമീറ ഐഷ ബീഗം ഇതിനിടയിൽ വന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രേഖകൾ എവിടെ? ഇതൊക്കെ മുൻ മന്ത്രി അബ്ദുറഹ്മാനാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഇമെയിൽ ഇടപാടുകളല്ല, സംസ്ഥാന സർക്കാരിൻ്റേതാണ്. കേരള സർക്കാരിൻ്റെ പേരിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള വാഗ്ദാനമായിരുന്നു. 2024 ജനുവരിയിൽ തന്നെ അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് കേരളത്തിൽ മത്സരം നടത്താനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കേരള ഫുട്ബോൾ അസോസിയേഷനും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് അന്നു തന്നെ വ്യക്തമായതാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താൻ അബ്ദുറഹ്മാനും സംഘവും സ്പെയിനിലേക്ക് പോയി. ഇങ്ങനെ നടത്തിയ സ്പെയിൻ സർക്കിട്ടിന് പൊതു ഖജനാവിൽ നിന്ന് ചെലവായത് 13.04 ലക്ഷം രൂപയാണ്. ഇതിനിടയിലാണ് അർജന്റീന ഫുട്ബോൾ ക്ലബിന് 130 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവകാശവാദം ഉന്നയിച്ചത്. ഇതിനിടയിൽ തന്നെ അബ്ദുറഹ്മാൻ പറഞ്ഞതും AFA പ്രതിനിധികൾ പറഞ്ഞതും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പുറത്തു വന്നു. എങ്ങനെയാണ് അമീറ ഐഷ ബീഗം ഇതിൽ ഉൾപ്പെട്ടത്? അതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ചില ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാകൂ. ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് അമീറ ഐഷ ബീഗം ഇതിൽ ഇടപെട്ടത്? അവരുടെ ഔദ്യോഗിക പദവി എന്തായിരുന്നു? സർക്കാർ ഫയലുകളിൽ അവർക്ക് എന്ത് ചുമതലയാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് സർക്കാർ എന്തെങ്കിലും അധികാരം നൽകിയിരുന്നോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി അമീറ ഐഷ ബീഗം നടത്തിയ ഇമെയിൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണോ? ഇതിൻ്റെ ഉത്തരവും ലളിതമാണ്. രേഖകൾ പുറത്തുവിടുക, ഇമെയിലുകൾ പുറത്തുവിടുക, ഫയൽ നോട്ടുകൾ പുറത്തുവിടുക. ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു? ആരാണ് തീരുമാനമെടുത്തത്? അമീറയ്ക്കുള്ള പ്രതിഫലം ആരാണ് നൽകിയത്? അമീറയ്ക്കും അബ്ദുറഹ്മാനും ഇടയിൽ ഇടനിലക്കാരായത് ആരാണ്? ആരാണ് കരാർ ഒപ്പിട്ടത്? ഇതിനെല്ലാം ഉത്തരം കിട്ടുമ്പോൾ ദുരൂഹതയും അവസാനിക്കും. പക്ഷേ ഒരു രേഖയും പുറത്തുവിടാതെ എല്ലാം സുതാര്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് അബ്ദുറഹ്മാൻ്റെ വീട്ടുകാര്യമല്ല, സർക്കാരിൻ്റെ കാര്യമാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം മെസ്സിയല്ല, കേരളത്തിൻ്റെ പേരിൽ നടന്ന ഈ ഇടപാടിൽ ആരൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. കോളേജ് അധ്യാപികയായ അമീറ ഐഷ ബീഗത്തിന് ഇതിൽ എന്താണ് പങ്ക്? മന്ത്രിക്ക് എന്തായിരുന്നു പങ്ക്? സർക്കാരിനും സ്പോൺസർക്കും എന്തായിരുന്നു പങ്ക്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസാരിച്ചത് ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. അതുകൊണ്ട് ചെയ്യേണ്ടത് ഒന്നു മാത്രം, ദുരൂഹതയില്ല എന്നുള്ള പ്രസംഗമല്ല വേണ്ടത്. ദുരൂഹതയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവിടുകയാണ് വേണ്ടത്. കാരണം ജനങ്ങളുടെ നികുതി പണമെടുത്താണ് അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് സർക്കിട്ട് അടിച്ചത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറ്റമല്ല, ചോദ്യങ്ങൾക്ക് മറുപടി തരാതിരിക്കുന്നതാണ് കുറ്റം.